കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് മുളന്തുരുത്തി. എറണാകുളത്ത് നിന്ന് ഏകദേശം 21 കിലോമീറ്റർ അകലെയും തൃപ്പൂണിത്തുറയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയുമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്ത്യൻ കാലഘട്ടത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ മുൻ പ്രിൻസ്ലി സ്റ്റേറ്റായ കൊച്ചിയിലെ ഒരു ചെറിയ ഗ്രാമമായ മുളന്തുരുത്തിയുടെ ചരിത്രം അവ്യക്തമാണ്. മുളന്തുരുത്തിയുടെ പടിഞ്ഞാറൻ ഭാഗം പെരിയാർ ഇറക്കിയ ചെളിയും മണലും കൊണ്ട് രൂപപ്പെടാതിരുന്നപ്പോൾ അറബിക്കടലിലെ തിരമാലകൾ ഈ ഗ്രാമത്തിൻ്റെ തീരം കരകവിഞ്ഞൊഴുകിയെന്നാണ് ജിയോളജിസ്റ്റുകളുടെ അഭിപ്രായം. അക്കാലത്ത് ഈ ഗ്രാമം മുളമരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു തുരുത്തായിരുന്നു. അതിൽ നിന്നാണ് മുളന്തുരുത്തി എന്ന പേര് ഉരുത്തിരിഞ്ഞത്. ക്രമേണ കടൽ പിൻവാങ്ങിയപ്പോൾ എറണാകുളം, മട്ടാഞ്ചേരി, വൈപ്പിൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വലിയ പ്രദേശങ്ങളെല്ലാം രൂപപ്പെട്ടു. നെൽവയലുകൾ, റബ്ബർ തോട്ടങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ ചെറിയ നദികൾ എന്നിവയുടെ പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമാണ് മുളന്തുരുത്തി എന്ന സ്ഥലം. നെൽകൃഷിയുള്ളതിനാൽ കൊച്ചി രാജവംശത്തിലെ നെല്ലറ എന്നായിരുന്നു ഒരിക്കൽ ഇവിടം അറിയപ്പെട്ടിരുന്നത്. ഇതൊക്കെയാണ് ചരിത്രമെങ്കിലും മുളന്തുരുത്തി ഇന്ന് വികസനത്തിൻ്റെ പാതയിലാണ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഇവിടെ ആളുകളെത്തുന്നു. കൊച്ചിയെയും കോട്ടയത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിലാണ് മുളന്തുരുത്തി ടൗൺ ഉള്ളത്. കൂടാതെ മനകുന്നം പിറവം റോഡും ഇതിലൂടെയാണ് കടന്നുപോകുന്നത്. മാത്രമല്ല വെട്ടിക്കൽ ഭാഗത്തേക്കും നേരിട്ടുള്ള പാതയുണ്ട്. തുടർച്ചയായ 6 വർഷം സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തുകൾക്കായുള്ള സ്വരാജ് ട്രോഫി മുളന്തുരുത്തി പഞ്ചായത്ത് നേടിയിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് നടപ്പാക്കിയ മികച്ച പ്രവർത്തനങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ തുടങ്ങിയവയാണ് മുളന്തുരുത്തി പഞ്ചായത്തിനെ പലപ്പോഴും ഒന്നാമതെത്തിച്ചത്. വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ സംസ്ഥാനത്തിന് മാതൃകയാക്കി നടപ്പിലാക്കിയ നൂതന പദ്ധതികളും വികസനക്ഷേമ പ്രവർത്തനത്തിലെ നേട്ടങ്ങളും പഞ്ചായത്തിന് ഈ അംഗീകാരങ്ങൾക്ക് തുണയായിട്ടുണ്ട്. ആവിഷ്കരിച്ച പദ്ധതികൾക്കായി കരുതിവെച്ച തുക 100% ചെലവഴിച്ചതും പിരിച്ചെടുക്കേണ്ട നികുതികൾ പൂർണ്ണമായി പിരിച്ചെടുത്തതും ഭരണ മികവിന് വലിയ കാരണമായി മാറി. കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും ജനസേവന പ്രവർത്തനങ്ങളിലും പഞ്ചായത്ത് മികവ് കാട്ടിയിരുന്നു. അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിലും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് കാഴ്ചവച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിൽ വിജയിച്ച ഭരണസമിതി പഞ്ചായത്തിനെ വയോജന സൗഹൃദമാക്കുന്നതിനും മുന്നിട്ടിറങ്ങി. ഒപ്പം വനിത സൗഹൃദ പഞ്ചായത്താക്കാൻ രൂപവത്കരിച്ച പദ്ധതികളും പൂർണ്ണമായും നടപ്പിലാക്കി. മുളന്തുരുത്തി ടൗണിൽ തിയേറ്ററുകളൊന്നും ഇല്ലെങ്കിലും പാൻ സിനിമാസും മഹാത്മാ തിയേറ്ററും 10 കിലോമീറ്റർ ദൂരപരിധിയിലായി കാണാം. വലിയ ഷോപ്പിംഗ് മാളുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ റിലയൻസ് ട്രെൻഡ്സിൻ്റെ ഒരു ഷോറൂം ഇവിടെയുണ്ട്. കൂടാതെ നിരവധി ചെറുകിട ടെക്സ്റ്റൈൽ ഷോപ്പുകളും സൂപ്പർ മാർക്കറ്റുകളും സജീവമാണ്. ഇങ്ങനെ വ്യാപാര സമുച്ചയങ്ങൾ വളരുന്നതിലൂടെ ഈ ടൗണിൻ്റെ വരുമാനത്തിലും നല്ല വളർച്ചയുണ്ട്. അടുത്തുള്ള കൊച്ചി നഗരവുമായി താരതമ്യം ചെയ്യുമ്പോൾ മുറിവാടകയും നിലവിൽ വളരെ കുറവാണ്. സാധാരണക്കാരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി ഗവൺമെൻറ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഇവിടെയുണ്ട്. അടുത്തുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് 23 കിലോമീറ്റർ അകലെ കളമശ്ശേരിയിലാണ്. കൂടാതെ കണ്ണിൻ്റെയും പല്ലിൻ്റെയും ചികിത്സയ്ക്കുള്ള ചില പ്രൈവറ്റ് ക്ലിനിക്കുകളും ടൗണിനോട് ചേർന്നു തന്നെ കാണാം. എല്ലാ സ്ഥലത്തെയും പോലെ കോവിഡ് കാലഘട്ടത്തിനു ശേഷം പല ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകളും ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ടൂറിസം അധികം ഇല്ലാത്തതിനാൽ ദീർഘദൂര യാത്രക്കാരാണ് ഇവിടെ എത്തുന്നത്. ഇതുകൂടാതെ ചെറുകിട ഹോട്ടലുകളും ബേക്കറികളും കാണാൻ സാധിക്കും. ബാങ്കിങ് ആവശ്യങ്ങൾക്കും മുളന്തുരുത്തി വളരെ സൗകര്യപ്രദമാണ്. മുളന്തുരുത്തി സർവീസ് സഹകരണ ബാങ്ക് ടൗണിനോട് ചേർന്നു തന്നെ നിലകൊള്ളുന്നു. കൂടാതെ കേരളത്തിലെ മറ്റു പ്രധാന ബാങ്കുകളായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നിവയ്ക്കും ഇവിടെ ബ്രാഞ്ചുകളുണ്ട്. ടൗണിനോട് ചേർന്നു കിടക്കുന്ന പ്രധാന ബസ് സ്റ്റാൻഡാണ് ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ. എറണാകുളം, കോട്ടയം, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ തുടങ്ങി പല സ്ഥലങ്ങളിലേക്കും ഇവിടെ നിന്നും ബസ് സർവീസുണ്ട്.
KSRTC ബസ്സുകളും ഇവിടെ തന്നെയാണ് നിർത്തുന്നത്. ഇവിടെയുള്ള പ്രശസ്തമായ ദൈവാലയമാണ് മാർത്തോമൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി കത്തീഡ്രൽ. മുളന്തുരുത്തി എന്ന ഗ്രാമത്തിൻ്റെ സംസ്കാരത്തിനു പിന്നിലും ഈ പള്ളിക്ക് വലിയ സ്വാധീനമാണ് ഉള്ളത്. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം മുളന്തുരുത്തി മാർത്തോമൻ പള്ളിക്ക് ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ട്. AD 1110 1125 ഇടയിലാണ് മാർത്തോമൻ പള്ളി സ്ഥാപിതമായത്. 1675 മോർ അന്ത്രായോസ് ഈ ദേവാലയത്തിലെത്തി വർഷങ്ങളോളം ഇവിടെ താമസിച്ചു. മാഫ്രിയോനോ മോർ ബസേലിയസ് എൽദോയെ അനുഗമിച്ച മോർ ഇവാനിയോസ് ഹിദായത്തുള്ള ഈ ദേവാലയത്തിൽ ഏതാനും വർഷങ്ങൾ താമസിച്ചു. 1693 ഓഗസ്റ്റ് 16 നിത്യവിശ്രമത്തിൽ പ്രവേശിച്ച് ഈ പള്ളിയുടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ തെക്കുഭാഗത്ത് സംസ്കരിക്കപ്പെട്ടു. 1751 ജെറുസലേമിലെ പാത്രിയാർക്കീസ് മോർ ഗ്രിഗോറിയസ് യൂഹാനോൻ ഈ പള്ളിയിൽ താമസമാക്കുകയും 1773 ജൂലൈ 10 നിത്യവിശ്രമത്തിൽ പ്രവേശിച്ച് വിശുദ്ധ മന്ദിരത്തിൻ്റെ വടക്കുഭാഗത്ത് സംസ്കരിക്കപ്പെട്ടു. 1874 സെപ്റ്റംബർ 2 തൂർ അബ്ദീനിൽ നിന്നുള്ള മോർ കുറിലോസ് യുയാക്കീം മലങ്കരയിലെ റീഷ് എപ്പിസ്കോപ്പ എന്ന നിലയിൽ പാത്രിയാർക്കീസ് യാക്കൂബ് രണ്ടാമൻ മലങ്കരയിലേക്ക് അയച്ചു. 1876 ഈ ദേവാലയത്തിൽ നടന്ന പ്രസിദ്ധമായ മുളന്തുരുത്തി സുന്നഹദോസിന് പീറ്റർ നാലാമൻ പാത്രിയർക്കീസ് നേതൃത്വം നൽകി. ഈ സുന്നഹദോസിൽ വെച്ചാണ് മലങ്കര അസോസിയേഷൻ രൂപീകരിച്ചത്. 1876 ഓഗസ്റ്റ് 17 മുളന്തുരുത്തി പടിയോല രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് പാത്രിയർക്കീസ് പീറ്റർ നാലാമൻ വിശുദ്ധ ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. യാക്കൂബ് മൂന്നാമൻ പാത്രിയർക്കീസ് 1964 സാക്ക ഒന്നാമൻ പാത്രിയർക്കീസ് 1982, 2000, 2004 എന്നീ വർഷങ്ങളിലും ഈ ദേവാലയം സന്ദർശിച്ചു. മലങ്കര സഭയിലെ പ്രസിദ്ധ ബിഷപ്പുമാരായ കാട്ടുമങ്ങാട്ട് ബാവാർ, മലങ്കര സഭയുടെ ഏകവിശുദ്ധനായ മോർ ഗ്രിഗോറിയസ് കൊച്ചുപറമ്പിൽ, പൗലോസ് മോർ കൂറിലോസ് എന്നിവരുടെ ഇടവക കൂടിയാണ് ഈ ദേവാലയം. 2004 സെപ്റ്റംബർ 27 രണ്ടാം മുളന്തുരുത്തി സുന്നഹദോസ് പാത്രിയർക്കീസിൻ്റെ അധ്യക്ഷതയിൽ ഇവിടെ നടന്നു. മലങ്കര സഭ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ അവിഭാജ്യ ഘടകമാണെന്നും അന്ത്യോക്യ പാത്രിയാർക്കീസിൻ്റെ ആത്മീയ അധികാരത്തിന് കീഴിലാണെന്നും ഈ സിനഡ് ആവർത്തിച്ചു. മലങ്കര ഓർത്തഡോക്സ് ചർച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്നറിയപ്പെടുന്ന മുൻകാല മെത്രാൻ വിഭാഗത്തിൽ നിന്ന് മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയെ ഔപചാരികമായി വേർപെടുത്തുന്നത് സുന്നഹോസ് അടയാളപ്പെടുത്തി. മുളന്തുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ പള്ളിയോട് ചേർന്നു തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മലയാളം മീഡിയം പിന്തുടരുന്ന ഈ സ്കൂളിൽ 5 മുതൽ 12 വരെയുള്ള ക്ലാസുകളുണ്ട്. സ്കൂളിൻ്റെ പുറകിലായി പ്ലേഗ്രൗണ്ടും സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ എതിർവശത്തായി സ്കൂളിൻ്റെ തന്നെ ഓപ്പൺ ഓഡിറ്റോറിയവും കാണാൻ സാധിക്കും. ഇതിനോട് ചേർന്നു തന്നെ സെന്റ് ഗ്രിഗോറി സ്കൂൾ എന്ന പേരിലുള്ള മറ്റൊരു വിദ്യാഭ്യാസ കേന്ദ്രവും നിലകൊള്ളുന്നു. മുളന്തുരുത്തിയിലെ പ്രാദേശിക ജനങ്ങളുടെയും ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാരുടെയും ഏറ്റവും വലിയ യാത്ര പ്രശ്നമാണ് ഇവിടെയുള്ള റെയിൽവേ ക്രോസ്. തിരക്കുള്ള റെയിൽപാതയായതിനാൽ ഇതുവഴി പലപ്പോഴും അടച്ചിടുന്നത് റോഡ് യാത്രക്കാർക്ക് കാലങ്ങളായി ദുരിതമുണ്ടാക്കിയിരുന്നു. കൊച്ചിയിൽ നിന്ന് തലയോലപ്പറമ്പ് ഏറ്റുമാനൂർ വഴി കോട്ടയം ടൗണിലേക്ക് സഞ്ചരിക്കാൻ കൂടുതൽ ആളുകളും ഈ വഴിയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. അതുപോലെ ശബരിമല സീസണിൽ തീർത്ഥാടന കേന്ദ്രത്തിലെത്താൻ മിക്ക യാത്രക്കാരും ഈ വഴി ഉപയോഗിക്കുന്നത് കനത്ത ബ്ലോക്കും യാത്രാദുരിതവും സൃഷ്ടിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്ങോലപ്പാടത്തെ ചതുപ്പുനിലം നികത്തി പാലം നിർമ്മിക്കുന്നതിനു പകരം മെട്രോ റെയിൽ തൂണുകൾ പോലെ ഓവർഹെഡ് സ്ട്രക്ചറാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചെങ്ങോലപ്പാടത്തെ നീരൊഴുക്ക് തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാനാകും. പദ്ധതിക്ക് ഏറ്റവും വലിയ തടസ്സം ആയിരുന്നത് ഭൂമി ഏറ്റെടുക്കലായിരുന്നു. കുറച്ചു വൈകിയാണെങ്കിലും 142 സെന്റ് സ്ഥലം ഏറ്റെടുത്തു കേരള റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൈമാറുകയായിരുന്നു.
ഓവർബ്രിഡ്ജിന്റെ പണി പൂർത്തിയാകുന്നതോടെ ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലേക്കും കോട്ടയത്തേക്കുമുള്ള യാത്രക്കാർക്ക് എളുപ്പമാകും. ഒരുപക്ഷെ മുളന്തുരുത്തിയെപ്പറ്റി പറയാൻ ഇനിയും ഏറെ വിശേഷങ്ങൾ ഉണ്ടാകാം. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ വന്നവർ ചിലപ്പോൾ അടുത്തുള്ള ഈ ടൗണും സന്ദർശിച്ചിട്ടുണ്ടാവാം. ഇനിയും വരാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ.